സുപ്രഭാതം ദിനപത്രം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമാണ്. അതിൻ്റെ ഒരു ഗൾഫ് എഡിഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ആ ഒരു പരിപാടി ബഹിഷ്കരിച്ചു എന്ന രീതിയിലൊരു പ്രചാരണം നടക്കുന്നുണ്ട്. ചീഫ് എഡിറ്ററായ അങ്ങും ആ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാനതിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം സുപ്രഭാതം അടുത്ത കുറച്ചു കാലമായിട്ട് അതിൻ്റെ പ്രഖ്യാപിത രീതിയിലും വഴിയിലും നിന്നൊക്കെ ചെറിയൊരു മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശരിയാക്കിയതിൻ്റെ ശേഷം പിന്നെ അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു നിലപാടിലാണുള്ളത്. അതുകൊണ്ടാണ് ദുബായിലെ പരിപാടിക്ക് പോകാതിരുന്നത്. അതായത് പത്രത്തിന് കൃത്യമായ നയമാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വം മാറി നിന്നതാണ്. അതെ, മനഃപൂർവ്വം മാറി നിന്നതാണ്. പത്രത്തിന് നയമാറ്റം എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലുള്ള ചില ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും സുപ്രഭാതം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു മാർഗഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതിൻ്റെ ശേഷം മതി അതുമായിട്ടുള്ള സഹകരണം എന്നുള്ള നിലക്കാണ്. നയപരമായി എന്താണ്, അതായത് രാഷ്ട്രീയപരമായി പിന്തുണ കൊടുത്തിരുന്നൊരു സംഘടനയോട് ആ നിലയിലുള്ളൊരു ഒരു അകൽച്ച വരുന്നു, അതൊക്കെ തന്നെയാണോ ഈ കാര്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉള്ളിലുള്ള ചില ആളുകളുമായിട്ട് അടുപ്പം, മറ്റു ചില ആളുകളുമായി അകൽച്ച, അതുപോലെ സമസ്തക്ക് ഉണ്ടായിരിക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യതിയാനം തുടങ്ങിയുള്ള രീതികളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ പരിപാടിയിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ സംബന്ധിച്ച് അവർ ഈ ഒരു പരിപാടി ബഹിഷ്കരിച്ചു എന്നുള്ളത് സ്വാഭാവികമായും അങ്ങ് പറഞ്ഞ അതേ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അതേ ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ടായിരിക്കുമോ അവർ അത്തരമൊരു തീരുമാനം എടുത്തത്? അത് അവരെ സംബന്ധിച്ച് നമുക്ക് സ്പഷ്ടമായിട്ട് പറയാൻ കഴിയില്ലോ. അവർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ നയംമാറ്റം സംഭവിച്ചിട്ടും സുപ്രഭാതത്തിൻ്റെ ആ ഒരു നിലപാടിനെ പിന്തുണയ്ക്കാൻ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഗൾഫ് എഡിഷൻ ആ പ്രസിദ്ധി പരിപാടിയിൽ ജിഫ്രി തങ്ങൾ പങ്കെടുക്കാൻ കാരണം. അല്ല, ജിഫ്രി തങ്ങൾ മാത്രമല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട്. അവർ സുപ്രഭാതത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച നയങ്ങളിൽ യോജിപ്പുള്ളവരായിരിക്കാം, അതുകൊണ്ടായിരിക്കണം അവർ പങ്കെടുത്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാകുന്നതല്ല. അങ്ങനെ മുഷാവറയിൽ നിന്ന് രൂപം നൽകുന്നതല്ലാത്ത അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നതല്ലാത്ത ചില രീതികളിലാണ് സുപ്രഭാതം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്.